താരസംഘടനയായ അമ്മയിൽ ഓണക്കിറ്റ് വിതരണത്തെ ചൊല്ലി ഭിന്നത. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണക്കിറ്റ് വിതരണത്തിനെതിരെ ഒരു വിഭാഗം താരങ്ങൾ രംഗത്ത്. ജനറൽ ബോഡിയിൽ രാജി സമർപ്പിച്ചവർക്ക് സംഘടനയുടെ പേരിൽ പ്രവർത്തനം നടത്താൻ അർഹതയില്ലെന്ന് ആരോപിച്ച് ഭൂരിഭാഗം അംഗങ്ങളും കിറ്റ് വാങ്ങാൻ വിസമ്മതിച്ചു. എന്നാൽ രമേശ് പിഷാരടിക്ക് കമ്മിറ്റിയിൽ തുടരാനാകില്ല എന്ന് മാത്രമാണ് കോടതി വ്യക്തമാക്കിയതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. നിതിൻ സേവർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, അമ്മയിലെ അടുത്ത പോലെ ഓണക്കിറ്റിനെ ചൊല്ലിയാണ്. എന്താണ് ഈ താരങ്ങൾ തമ്മിലുള്ള തർക്കം? എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി കീർത്തന, അതായത് ഒരു കഴിഞ്ഞ 4 മാസമായി താരസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പല വിധത്തിലുള്ള വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നു. കോടതി കയറുന്നു, പോലീസ് സ്റ്റേഷൻ കയറുന്നു, ഒടുവിൽ ജനറൽ ബോഡി യോഗത്തിൽ അപ്പോഴുണ്ടായിരുന്ന ഭരണസമിതി രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പിന്നീടാണ് വീണ്ടും നാടകീയമായി തങ്ങൾ ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ തിരികെ ഭരണത്തിൽ വരുന്നത്. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കോടതിയുടെ ഉത്തരവും സമ്പാദിച്ചു. അതിനുശേഷം താരസംഘടനയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്വേതാ മേനോൻ അടക്കമുള്ളവരുടെ ശ്രമത്തിനെതിരായാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ, അത് ഈ താരസംഘടനയുടെ വനിതാ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പായ പെൺമക്കൾ ഗ്രൂപ്പിൽ നിന്നുള്ള അംഗങ്ങളിൽ ചിലരാണ് ഈ എതിരായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓണക്കിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ആളുകൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് പല ആളുകളും ഈ ഓണക്കിറ്റ് വാങ്ങുന്നില്ല എന്നൊരു നിലപാടാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഓണക്കിറ്റ് വാങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ഈ രാജി പ്രഖ്യാപിച്ച് പുറത്തുപോയവർക്ക് എങ്ങനെയാണ് താരസംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കുക എന്നതാണ് ഈ ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നത്. അവർക്കൊന്നും തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല. രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയിൽ തുടരരുത് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്നും അല്ലാതെ ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്ക് ഭരിക്കാനുള്ള ഒരു അനുവാദം കോടതി നൽകിയിട്ടില്ല എന്നും ഈ താരങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ താരസംഘടനയിൽ നിലനിൽക്കുന്നുണ്ട്. ഓഗസ്റ്റ് 11 വീണ്ടും താരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതിന്റെ ഭരണമാർക്ക് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതി പരിഗണിക്കുന്നത്. അതിനിടയിൽ തന്നെ സംഘടനയിൽ രജിസ്ട്രാർ ഭരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ രജിസ്ട്രാറെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പുതിയ വിവാദങ്ങൾ താരസംഘടനയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. ശരി, നിതിൻ സേവറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.